ഈശോയിൽ സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പുതിയ പ്രഭാതത്തിലേക്ക് കർത്താവ് നിങ്ങളുടെ കൈ പിടിച്ച് ഉയർത്തിയതിനായിട്ട് ദൈവത്തിന് നമ്മൾക്ക് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 115-ാം സങ്കീർത്തനം 12 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും, അഹ്റോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ ഭക്തന്മാരെ, ചെറിയവരെയും വലിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും. 115-ാം സങ്കീർത്തനം അനുഗ്രഹത്തിൻ്റെ സങ്കീർത്തനമായിട്ടെടുക്കാം. കർത്താവിനെക്കുറിച്ച്, കർത്താവ് ആരാണെന്ന് വളരെ വ്യക്തമാക്കി തരുന്ന ഒരു തിരുവചന ഭാഗമാണിത്. ഈ ഭൂമിയിലുള്ള ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് വിചാരമുണ്ട്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണമെന്ന് ദൈവത്തിന് വിചാരമുണ്ട്. ഇന്ന് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും. ആ ഇസ്രായേൽ ഭവനത്തിന് പകരം എൻ്റെ ഭവനത്തെ ഒന്നാക്കിക്ക്. അവിടുന്ന് എൻ്റെ ഭവനത്തെ ആശീർവദിക്കും, എൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും. ഈ തിരുവചനം കേൾക്കുന്നവരെ അനുഗ്രഹിക്കും, അവരുടെ ഭവനത്തെ ആശീർവദിക്കും. ദൈവത്തിന് വേണ്ടി ജീവിതത്തിലെ ഒരു 5 മിനിറ്റ് സമയം മാറ്റിവെക്കുമ്പോൾ ദൈവം അത് അനുഗ്രഹത്തിനായിട്ട് മാറ്റിവെക്കും. നീ ചെറിയവനാണേലും വലിയവനാണേലും നിന്നെ അനുഗ്രഹിക്കും. നിന്നെ മാത്രമല്ല, നിൻ്റെ മക്കളെയും അനുഗ്രഹിക്കുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്. ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് ഈശോ മിശിഹ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ഓരോ നിമിഷങ്ങളും അനുഗ്രഹത്തിൻ്റെയും ആശീർവാദത്തിൻ്റെയും നിമിഷങ്ങളായി മാറട്ടെ. കർത്താവ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.